മാം സ്കൂൾ ഓഫ് സൈക്കോളജി ക്ലാസ് കഴിഞ്ഞായിരുന്നില്ലേ ഫസ്റ്റ്? ആ അത് ഉച്ചക്ക് കഴിഞ്ഞതാണ് കേട്ടോ, ഉച്ചക്ക് കഴിഞ്ഞത്. അത് കിട്ടോ? റെക്കോർഡിങ്സ് ഉണ്ട് കേട്ടോ, റെക്കോർഡിങ്സ് ഉണ്ട്, ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും കേട്ടോ, റെക്കോർഡിങ്സ് ഇടുന്നുണ്ട്. സ്കൂൾ സൈക്കോളജി ഉച്ചയ്ക്ക് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. വേണമെങ്കിൽ ടൈം മാറ്റാം, ഈവനിങ്ങിലേക്ക് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാൻ ഇന്നത് എനിക്ക് പുറത്തു പോയോണ്ടേ കയറാൻ പറ്റില്ല. കുഴപ്പമില്ല, സമയം കൊണ്ട്. ശരി, ഞാൻ അതിന്റെ റെക്കോർഡിങ്സ് ഇന്ന് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗുഡ് ഈവനിങ്. നമ്മളിന്ന് BSOG 173 റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ്. ഗുഡ് ഈവനിങ്. നമ്മൾ റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്റ്റീവ്സ് ആണ് ഈ ഒരു സബ്ജക്ട് വരുന്നത്. അപ്പോ 100ലാണ് കേട്ടോ മാർക്ക്. എക്സാമിന് 100ലാണ് മാർക്ക് വരിക. നമുക്ക് ഈ ഒരു സബ്ജക്ട് എങ്ങനെയാ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം പഠിച്ചാൽ മതി. കാരണം ഇലക്റ്റീവ്സ് ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇതിന് പ്രഷർ കൊടുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ച് വലുതായിട്ട് അങ്ങോട്ട് ബോധറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇലക്റ്റീവ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ട് പഠിച്ചു പോവാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് എങ്ങനെയാ നോക്കുക? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, റിപ്പീറ്റ് മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാതും പഠിക്കണം. അപ്പൊ തന്നെ ഓരോ ചാപ്റ്ററിലെയും 2-3 ടോപ്പിക്കുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് പഠിച്ചു പോകണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും? ചോയ്സ് ഉണ്ടായിരിക്കും. ഒരു 8-10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊന്ന് ചോയ്സ് എഴുതാലോ. അപ്പൊ ചോയ്സ് എടുത്ത് എഴുതാം. അപ്പൊ അതുകൊണ്ട് ഒരു 5 അറ്റൻഡ് ചെയ്യാനായിട്ട് വരിക. അപ്പൊ അതിൽ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കാം, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, വലിയ എസ്സേസ് ഉണ്ടായിരിക്കാം. ഒരു 5 to 6 പേജസ് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു പോകാം. പിന്നെ ഇലക്റ്റീവ്സ് ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാല് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അതിൽ എഴുതാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു ടോപ്പിക്ക് നോക്കാം കേട്ടോ. ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മളോട് ചിലപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. നമുക്ക് എന്തെഴുതാം? നമുക്ക് ഡെവലപ്മെന്റിനെ പറ്റി അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതാം, പ്ലസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് കൂടെ എഴുതാം. പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ ചെറുതായിട്ട് ഓരോ നോട്ട് എഴുതാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇലക്റ്റീവ്സിൽ പേജ് എത്തിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കോർ സബ്ജക്റ്റിന് കൊടുക്കുന്ന അത്രയും സ്ട്രെസ് ഇലക്റ്റീവ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതാം. നമ്മൾ സോഷ്യോളജി ഒക്കെ എഴുതില്ലേ, അതേപോലെ പേജ് എത്തിക്കാനായിട്ട് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതാം. അപ്പൊ മനസ്സിലായി ഇലക്റ്റീവ്സിന്റെ ആ ഒരു എന്താന്നൊരു സംഭവം മനസ്സിലായി, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ തന്നെ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? 11 12 14 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 14 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. എക്സാമിന് ക്രാഷ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം നോക്കാന്ന് ഇപ്പൊ തീരെ ടൈം ഇല്ലാത്തവർക്ക്, ലാസ്റ്റ് ടൈം ഒക്കെയാണ് ഈ ഒരു സബ്ജക്ട് പഠിക്കാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ക്രാഷ് കോഴ്സിലൊക്കെ ഞാൻ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക സബ്ജക്ട് എടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു ബ്ലോക്ക് 3 ആണ്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് പഠിക്കാം. ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി, എക്സാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാം.
86 മാർക്സ് ഉണ്ട് റീതിങ്കിങ് ഡെവലപ്മെന്റില്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ എന്ത് ചെയ്യാം, എലക്ടീവ്സ് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ് അതാണ് യൂണിറ്റ് 1. ഞാനിത് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബേസിൽ എടുത്തു പോകാന്ന് വിചാരിച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം നോക്കിയാൽ മതി. അതായത് ഞാൻ പഠിച്ചിട്ടുള്ള നോട്ട്, ഞാനത് ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി ഞാൻ പഠിച്ചിട്ടുള്ള നോട്ട് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എടുത്തു പോവാന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക്, അതിൽ മീനിങ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ് അത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ മീനിങ് ഓഫ് ഡെവലപ്മെന്റ്, ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഡിസംബർ 2022, ജൂൺ 2022, ജൂൺ 2023 3 വട്ടം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. പിന്നെ അതിൽ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഷോർട്ട് നോട്ട് ആയിട്ട് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ നോക്കണം? ഡെവലപ്മെന്റ്, കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക്, ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്, ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് നോക്കാം. മീനിങ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് അതൊട്ടാണ് നോക്കാനുള്ളത് കേട്ടോ. Meaning of development. The dictionary meaning of the word development connotes such idea as unfolding, growth, the fuller working of the details of anything, and bringing out the potential that is latent in something and need to be developed. Development എന്ന് പറയുന്നത് എന്താ? ഡിക്ഷണറിയിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് such ideas as unfolding, growth, the fuller working of the details of anything. അൺഫോൾഡ് ചെയ്യുക, അതായത് ചുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ അൺഫോൾഡ് ചെയ്യുക. പിന്നെ ഗ്രോത്ത്, വളർച്ച, ദ ഫുള്ളർ വർക്കിംഗ് ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് എനിത്തിങ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഡീറ്റെയിൽസിന്റെയോ ഫുള്ളർ വർക്കിംഗ്, ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ബ്രിങ്ങിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ലാറ്റന്റ് ഇൻ സംതിങ് ആൻഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. പൊട്ടൻഷ്യൽ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരിക, അതായത് ഡെവലപ്പ് ചെയ്യാൻ മാത്രം അതിനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ വളർത്തിയെടുക്കുക. ഇതൊക്കെയാണ് ഡിക്ഷണറിയിലെ ഡെവലപ്മെന്റ് എന്ന വേർഡ്സിന് മീനിങ് കൊടുത്തിട്ടുള്ളത്. ദീസ് കൊണോട്ടേഷൻസ് ആൻഡ് ഐഡിയാസ് ആർ റെലവന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫർദർ, ഡെവലപ്മെന്റ് ആസ് എ പബ്ലിക് പോളിസി ഓവർ ദ ലാസ്റ്റ് ഹാഫ് സെഞ്ചുറി ആൻഡ് മോർ, ഗ്രൗണ്ടഡ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആൻഡ് ഇൻ ദ periphery of the erstwhile colonies that come to be described as the less developed countries. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റിന്റെ കുറച്ച് മീനിങ്സുകൾ പറഞ്ഞു. ഫർദർ, ഡെവലപ്മെന്റ് ആസ് എ പബ്ലിക് പോളിസി ഓവർ ദ ലാസ്റ്റ് ഹാഫ് സെഞ്ചുറി ആൻഡ് മോർ. പക്ഷെ പബ്ലിക് പോളിസി, ഡെവലപ്മെന്റിന്റെ ഒരു പബ്ലിക് പോളിസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായിട്ട് ഗ്രൗണ്ടഡ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഉള്ളത്. അല്ലെങ്കിൽ വ്യവസായവൽക്കരണമാണ് ഡെവലപ്മെന്റ്. വ്യവസായവൽക്കരണം നടന്ന അല്ലെങ്കിൽ വ്യവസായികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ട്. ആൻഡ് ഓഫ് ദ തേർഡ് വേൾഡ്, അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്നും കൂടെ പറയാം. അതായത് കോളനികൾ എന്താണ്? ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. കാരണം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉള്ളൂ എന്നാണ് കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ചിന്താഗതി അങ്ങനെയാണ്. അപ്പൊ അതിൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഓഫ് ദ തേർഡ് വേൾഡ് എന്നാണ് പറഞ്ഞിരുന്നത്. തേർഡ് വേൾഡ് ഹെൽഡ് കൊണോട്ടേഷൻസ് ആൻഡ് ഓഫ് ദ ഫ്രഞ്ച് ഡയേഴ്സ് ഇറ്റ്. അത് വേണ്ട കേട്ടോ, ഇത്രയും വരെ മതി. ഡെവലപ്ഡ് കൺട്രീസ് വരെ മതി. തേർഡ് വേൾഡ് ഇതുവരെ മതി. ഇതൊക്കെയാണോ പറഞ്ഞേ?
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഡിക്ഷണറി മീനിങ് നോക്കുക. അതായത് അൺഫോൾഡിങ്, ഗ്രോത്ത്, ദ ഫുള്ളർ വർക്കിംഗ് ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് എനിത്തിങ് ആൻഡ് ബ്രിങ്ങിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ലാറ്റന്റ് ഇൻ സംതിങ് ആൻഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഈ കൊണോട്ടേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം. പക്ഷെ പൊതുവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്, ഇതാണ് ഡെവലപ്മെന്റ്. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഈസ്റ്റ് വൈൽ കോളനീസിൽ നമ്മൾ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നും കൂടെ പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് ഈസ് അൺഡൗട്ടഡ്ലി എ വെരി ബിഗ് ഒരു മിനിറ്റ് കേട്ടോ. Development is undoubtedly a very big, vast, and generic terminology. It is a fusion of material as well as non-material things and loaded with everything simultaneously. Development എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര വലുതാണ്. വളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലുതാണ്. And vast and generic terminology. It is a fusion of material as well as non-material things and loaded with everything simultaneously. ഒരു ഫ്യൂഷൻ ആണ്. അതായത് മെറ്റീരിയലും നോൺ മെറ്റീരിയൽ തിങ്സിന്റെ ഒരു ഫ്യൂഷൻ എല്ലാതും ഉണ്ട്. നമുക്കതില് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കാണുന്ന കുറച്ച് സാധനങ്ങൾ. അതേപോലെ തന്നെ നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് കാണുന്നതും കാണാൻ പറ്റുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുടെ ഒരു ഫ്യൂഷൻ ആണ് എന്ത്? ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് പാർഷ്യൽ, പ്രെജുഡൈസൽ ആൻഡ് പ്രോബ്ലമാറ്റിക്സ്, ഡെവലപ്മെന്റ് പ്രോസസ് ഈസ് ഓൾവേസ് സൈക്ലിക്കൽ, ലീനിയർ ആൻഡ് പെർസെപ്ഷൻ. അപ്പൊ അതിന്റെ ഒരു പാർഷ്യൽ നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ലീനിയറും ആണ്, അതേപോലെ തന്നെ പെർസെപ്ഷൻ ആണ്. So as date of precise or concise meaning of development is yet to be drawn or understand across societies unanimously, no society is found to escape from paradigm of development. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ആ ഒരു കൺസൈസ് മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് യെറ്റ് ടു ബി ഡ്രോൺ ഓർ അണ്ടർസ്റ്റുഡ് അക്രോസ് സൊസൈറ്റി അനാനിമസ്ലി. ഓരോ സൊസൈറ്റികളിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആ ഒരു സംഭവം ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡ്രോൺ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നോ സൊസൈറ്റി ഈസ് ഫൗണ്ട് എസ്കേപ്പ് ഫ്രം പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ്. ഒരു സൊസൈറ്റിയും എന്ത് ചെയ്യുന്നില്ല? ഡെവലപ്മെന്റിന്റെ പാരാഡൈമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അതായത് ഒരു ഡെവലപ്മെന്റ് ഏതൊരു സൊസൈറ്റിക്കും വേണം. അതില്ലാതെ ഒരു സൊസൈറ്റിക്ക് നിലനിൽക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഡെവലപ്മെന്റ് എന്താണെന്ന് ഒക്കെയാണോ പറഞ്ഞേ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഡെഫിനിഷൻസ് പഠിച്ചാൽ മതി. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ആകെ ഒരു അക്കോർഡിംഗ് ടു അമർത്യ സെൻ ഒരു ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ മാത്രമാണ്. മാത്രം നോക്കിയാൽ മതി കേട്ടോ. According to Amartya Sen, development is about the expansion of citizens' capabilities and fulfilling their entitlements as a citizen and individual. Amartya Sen പറഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ്? എക്സ്പാൻഷൻ ഓഫ് സിറ്റിസൺസ് കാപ്പബിലിറ്റീസ്. ഒരാളുടെ കാപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ എൻടൈറ്റിൽമെന്റ്സ് ഫുൾഫിൽ ചെയ്യുക. ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് അവരുടെ എൻടൈറ്റിൽമെന്റ്സ് ഫുൾഫിൽ ചെയ്യാം. അതിനൊക്കെയാണ് അമർത്യ സെൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. Dimensions of development.
Development in general terms means a new stage of changing situation which can be categorized and elaborated in different themes, framework and perspectives. Development generally പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ന്യൂ സ്റ്റേജ് ഓഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ ആണ്. നമ്മളൊരു സിറ്റുവേഷനെ മാറ്റുക, അതിനൊരു പുതിയ സ്റ്റേജിലോട്ട് മാറ്റുക, അതിനെയാണ് ശരിക്കും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആൻഡ് ഇലാബറേറ്റഡ് ഇൻ ഡിഫറെന്റ് തീംസ്. പല തീമുകളിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒന്നെന്താണ്, സൊസൈറ്റൽ ഡെവലപ്മെന്റ് അല്ലെ, സാമൂഹികപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ് ഓർക്കാം. വേണ്ട ഒരു സ്കൂൾ എടുക്കാം, ആ സ്കൂളിൽ ഒരു ഡെവലപ്മെന്റ് വേണ്ട, കുട്ടികൾ ചൈൽഡ് ഡെവലപ്മെന്റ്, അങ്ങനെ പല തീമുകളിലെ പല ഫ്രെയിം വർക്ക് പല പെർസ്പെക്റ്റീവിലൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ഡെവലപ്മെന്റിനെ കാറ്റഗറൈസ് ചെയ്യാനും ഇലാബറേറ്റ് ചെയ്യാനും പറ്റും. എ ഫ്യൂ ആൻഡ് ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ആർ ഡിസ്കസ്ഡ് ബിലോ. അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. Traditionally, economic development is a kind and form of development which is mostly centered on economic activities and growth principles. ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കൂടുതലും സെന്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ. ആൻഡ് ഗ്രോത്ത് പ്രിൻസിപ്പിൾ. ദ റൈസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം GDP, GNP is the indicator of economic development and growth. ഇതിലെ ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം കൂടുക അല്ലെങ്കിൽ GDP, GNP ഒക്കെ കൂടുക, ഇതാണ് എന്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ. ഇത് കൂടിക്കഴിഞ്ഞാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ദിസ് ടേക്സ് ദ ഇക്കണോമിക് സിസ്റ്റം ഇൻ എ rising speed and condition. Indeed, growth defined in this way can be seen more as the result of economic development process. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്രോത്ത് ഡിഫൈൻ ചെയ്യാനായിട്ട് വരും. അതായത് വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാം. സാമ്പത്തികപരമായിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എടുക്കാം അല്ലെ, അവര് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. കാരണം സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അവരെങ്ങനെയാണ്, അവർ മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവിടെ വളർച്ച ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എൻ ഇക്കണോമിക് സിസ്റ്റം. ഇക്കണോമിക് ഡെവലപ്മെന്റ് കാനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇക്കണോമിക് ഫാക്ടർ ഓൺലി. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതിനെ നമുക്ക് ഇക്കണോമിക് ഫാക്ടർ വെച്ചുകൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് മോർ ദാൻ മിയർ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ. ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഫാക്ടർ മാത്രമല്ല, അവിടെ എന്തുണ്ട്, വേറെയും ഡെവലപ്മെന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് മിയർ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ, ഇക്കണോമിക് ഇൻഡിക്കേറ്ററിൽ മാറ്റം വരുത്തുന്ന കുറെ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഹവർ ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ഇസ് വൺ ഓഫ് ദ പ്രിഡോമിനന്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഡെവലപ്മെന്റ്. എന്നിരുന്നാലും ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, ഇക്കണോമിക് പെർസ്പെക്റ്റീവിലാണ് ആദ്യം പറയുന്നത്. അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് എല്ലാം. അതാണ് നമ്മൾ ഫസ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിലെ ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻഡ് ഫോം ഓഫ് ഡെവലപ്മെന്റ് ആണ്, മോസ്റ്റ്ലി സെന്റേർഡ് ഓൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രോത്ത് പ്രിൻസിപ്പിൾസ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം, GDP, GNP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണുന്നത്. ഇക്കണോമിക് സിസ്റ്റത്തിനെ ഒന്നും കൂടി സ്പീഡ് കണ്ടീഷനിലൊക്കെ റൈസ് ചെയ്യാനൊക്കെ ഇത് എടുക്കുന്നുണ്ട്. ഇനി ഗ്രോത്ത് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇക്കണോമിക് ഡെവലപ്മെന്റിന് നമുക്ക് ഇക്കണോമിക് ഫാക്ടർ കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. വേറെയും കുറെ ചേഞ്ചസ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്നിരുന്നാലും ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ആണ് ഡെവലപ്മെന്റിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം, ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഡയമെൻഷൻ എഴുതണം. ഓക്കെ ആണോ ഇത്? ഓക്കെ ആണോ പറഞ്ഞേ? ഇനി അടുത്തതാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഈസ് നോട്ട് എൻ ഐസൊലേറ്റഡ് ഫിനോമിന. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ഫിനോമിനയല്ല. ഇറ്റ് ഹാസ് ടു ബി ദർ ഇൻ സൊസൈറ്റി ആൻഡ് ഫോർ ബെറ്റർമെന്റ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും, അതായത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വളർച്ച. ആൻഡ് ദെർഫോർ ഡെവലപ്മെന്റ് പെർ സെ ഈസ് സോഷ്യൽ ആൻഡ് സോഷ്യോളജിക്കൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, സോഷ്യൽ ആണ് അല്ലെങ്കിൽ
സോഷ്യോളജിക്കലാണ്. കാരണം ഒരു സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെന്റിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് മാത്രം അങ്ങനെയല്ല, അവിടെ എല്ലാവർക്കും അതിന്റെ ബെറ്റർമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യലാണ്, സോഷ്യോളജിക്കലാണ്. ബട്ട് ഡെവലപ്മെന്റ് വിച്ച് ഈസ് അതർവൈസ് കൺസിഡർ ആസ് അൺഫോൾഡിംഗ് ഓർ ടു ഗ്രോ ഓർ ഗെറ്റിംഗ് മെച്ചുവർഡ്, റെഫറിംഗ് ടു എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻ, an act or process for progressive improvements in the living conditions and quality of life of the people. അതായത് പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അൺഫോൾഡിങ് ഓർ ഗ്രോ ഓർ ഗെറ്റിംഗ് മെച്ചുവേർഡ്, അൺഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വളർച്ച അല്ലെങ്കിൽ ഗെറ്റിംഗ് മെച്ചുവേർഡ് ആവുക, അതൊക്കെ എന്താണ് ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. റെഫറിംഗ് ടു എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻ, an act or process for progressive improvements, ഒന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ് ഫോർ പ്രോഗ്രസീവ് മൂവ്മെന്റ്സ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ ഇൻ ദ ലിവിംഗ് കണ്ടീഷൻസ് ആൻഡ് ക്വാളിറ്റി ലൈഫ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ഒരു ലിവിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അതിന് വേണ്ട പ്രോഗ്രസീവ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള കുറച്ച് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻസ്, ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ഡെവലപ്മെന്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് അക്കോർഡിംഗ് ടു ബൈലാൻസ് 1997, social development is the promotion of a sustainable society that is worthy to human dignity by empowering marginalized groups, women and men, to undertake their own development, to improve their social and economic position and to acquire their rightful place in society. അപ്പോൾ ബൈലൻസ് പറഞ്ഞത് സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, സസ്റ്റൈനബിൾ സൊസൈറ്റീനെ പ്രൊമോട്ട് ചെയ്യുക. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഒരു സൊസൈറ്റീനെ പ്രൊമോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വർത്തി ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റി ബൈ എംപവറിംഗ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളെ എംപവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ വുമൺ മെൻ ഇവരൊക്കെ എംപവർ ചെയ്തുകൊണ്ട് ടു അണ്ടർടേക്ക് ദെയർ ഓൺ ഡെവലപ്മെന്റ്, അവർക്ക് അവരുടേതായിട്ടുള്ള വളർച്ചകൾ അണ്ടർടേക്ക് ചെയ്യുക. ആൻഡ് ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പൊസിഷൻ, അവരുടെ സാമൂഹിക സാമ്പത്തിക പൊസിഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിയിലൂടെ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പൊസിഷൻ ആൻഡ് ടു അക്വയർ ദെയർ റൈറ്റ്ഫുൾ പ്ലേസ് ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിൽ അവർക്കൊരു റൈറ്റ്ഫുൾ പ്ലേസ് അക്വയർ ചെയ്യാം. ഈ ഒരു ഉദ്ദേശത്തോടൊക്കെ ഇവിടെ നടത്തുന്നതാണ് എന്ത്, സോഷ്യൽ ഡെവലപ്മെന്റ്. ബൈലാൻസ് സോഷ്യൽ ഡെവലപ്മെന്റ് അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെയാണോ പറഞ്ഞേ? സോഷ്യോളജി പഠിക്കുക, ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ നീട്ടി വാരി വലിച്ചിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി ഡെവലപ്മെന്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രോബ്ലമാറ്റിക് ട്രാൻസിഷൻ ഫ്രം അഗ്രേറിയൻ ടു ഇൻഡസ്ട്രിയൽ സോഷ്യൽ സെറ്റപ്പ്. നമുക്ക് അങ്ങനെയും ഡെവലപ്മെന്റ് പറയാം. അതായത് ഒരു സോഷ്യൽ വ്യൂവില് അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ട്രാൻസിഷൻ ഫ്രം അഗ്രേറിയൻ ടു ഇൻഡസ്ട്രിയൽ സോഷ്യൽ സെറ്റപ്പ്. അത് അഗ്രേറിയൻ കാലഘട്ടത്തിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ കാലഘട്ടത്തിലോട്ട് എത്തി, അതും എന്താണ്, ഒരു ഡെവലപ്മെന്റ് ആണ്. ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. 2 ഡയമെൻഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇക്കണോമിക് ഡയമെൻഷൻ പറഞ്ഞു, സോഷ്യൽ ഡയമെൻഷൻ പറഞ്ഞു. അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റും തന്നെ. ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളത്തെ ഈ ഒരു ഡയമെൻഷൻസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കഴിഞ്ഞു. ഇത്ര നോക്കിയാൽ മതി. ഓരോ ചാപ്റ്ററിലും ഇലക്ടീവ്സ് പഠിക്കേണ്ടത് ഇത്ര പഠിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ കോർ സബ്ജക്ട് തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇലക്ടീവ്സും കൂടെ അതിന്റെ ഇടയിൽ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് പ്രഷർ അടിക്കേണ്ട. ഇത്രയും ഇമ്പോർട്ടന്റ് ആയുള്ളത് മാത്രം നോക്കുക. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം അയ്യോ ഇതിൽ ഇനിയും ചാപ്റ്റേഴ്സിൽ ഇനിയും നോക്കാനുണ്ടല്ലോ, പഠിക്കാനുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ചിന്ത തന്നെ വേണ്ട. ഇമ്പോർട്ടന്റ് ആയുള്ളത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇലക്ടീവ്സ് നല്ല രീതിക്ക് എഴുതാൻ പറ്റും. ഇത് മാത്രം നോക്കിയാൽ മതി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ സബ്ജക്റ്റുകളും വേണമെങ്കിൽ അങ്ങനെ സാധിക്കും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കണല്ലോ. അതുകൊണ്ടാണ് കോർ സബ്ജക്റ്റുകൾക്ക് ഞാൻ അങ്ങനെ പറയാത്തത്. കാരണം എല്ലാ തിയറിയും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി എടുത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും സിലബസ് മൊത്തം പഠിക്കണം. പക്ഷെ ഇലക്ടീവ്സിന്റെ കാര്യത്തിൽ അങ്ങനെ വേണമെന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ബാക്കി നമുക്ക് നാളെ എടുക്കാം. കുറച്ചും കൂടി വരുന്നുള്ളൂ. നാളെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ടെറിട്ടോറിയൽ ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇത്ര വരുന്നുള്ളൂ. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കഴിഞ്ഞു. ഇതൊന്നും റീതിങ്കിങ് ഡെവലപ്മെന്റ് ഒക്കെ ഫസ്റ്റിൽ വരുന്ന എക്സാമുകളാന്ന് തോന്നുന്നുണ്ട് അല്ലെ. ആദ്യം എക്സാം ആദ്യം വരുന്നത് റീതിങ്കിങ് ഡെവലപ്മെന്റ് ഒക്കെയാന്ന് തോന്നുന്നു. ഇലക്ടീവ്സ് ഒക്കെ ആദ്യം വരാറുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റീതിങ്കിങ് ഡെവലപ്മെന്റ് ഒക്കെ ചിലപ്പോൾ ആദ്യം വരുന്ന എക്സാമുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊന്നും നോക്കിയിട്ടില്ല എന്നുള്ളവർക്കൊക്കെ ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചു തീരും. അപ്പൊ ഓക്കെ, താങ്ക് യു. നമുക്ക് ബാക്കി നാളെ എടുക്കാം. ഡെയിലി ഇനി റീതിങ്കിങ് ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ടായിരിക്കും. നാളത്തെ ടൈം ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു.